ഹായ്, വെൽക്കം ടു ലാഷ് ക്ലാസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ കോമൺ കോഴ്സ് കലൈഡോസ്കോപ്പിലെ ത്രെഷോൾഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. വിയറ്റ്നാമീസ് പോയറ്റ് ഓഷ്യൻ വാങ് എഴുതിയിട്ടുള്ള ചെറിയൊരു പോയമാണ്. ഈ പോയത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ത്രെഷോൾഡ് എന്ന് പറയുന്നത് പടിവാതിലിക്കൽ, കവാടം എന്നൊക്കെ വരുന്ന ഒരു അർത്ഥമാണുള്ളത്. ആ രീതിയിൽ ജീവിതത്തിൽ പുതിയൊരു സ്റ്റേജിലേക്ക് കടക്കുക അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളൊരു തീമുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. നമ്മളിവിടെ ഈ പോയത്തിൻ്റെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സമ്മറിയും ഇതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയത്തിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1. The narrator introduces the concept of the body as a place where everything has a price. തുടക്കത്തിൽ തന്നെ പോയിട്ട് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാത്തിനും ഒരു പ്രൈസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ്. അതായത് എല്ലാത്തിനും ഒരു മൂല്യമുണ്ട്, ഒരു മാർക്കറ്റ് പ്ലേസ് പോലെയാണത് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നു. ഹി ഡിസ്ക്രൈബ്സ് ഹിംസെൽഫ് ആസ് എ ബെഗ്ഗർ. അങ്ങനെ ശരീരത്തിന് ഒരു മൂല്യമുണ്ടെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു ബെഗ്ഗറിനെ പോലെയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഇദ്ദേഹം ഒരു ചെറിയ കുട്ടിയാണ്, ഇദ്ദേഹത്തിന് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല. അപ്പോൾ പൂർണ്ണ വളർച്ച എത്തിയിട്ടുള്ള ആളുകളുടെ മുമ്പിൽ ശരീരത്തിനെ ഒരു മൂല്യമുള്ള വസ്തുവായിട്ട് കണക്കാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളൊരു ബെഗ്ഗറിനെ പോലെയാണ്. കാരണം ഇയാളുടേത് ചെറിയ ശരീരമാണ്. ഹൈലൈറ്റിംഗ് എ സെൻസ് ഓഫ് ഇനഡിക്വസി ആസ് എ ബോയ് യെറ്റ് ടു ബി മെച്യൂർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹം ഒരു ചെറിയ കുട്ടിയാണ് എന്നുള്ളതിനെ ഈ വളർച്ചയെത്തിയ ആളുകളുടെ ലോകത്ത് ഒരു ബെഗ്ഗറിനെ പോലെയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. Part 2. On his knees, the narrator watches his father taking a shower through a keyhole. ഇനി ഒരു ബെഗ്ഗറിനെ പോലെ ഇങ്ങനെ മുട്ടയിരുന്നു കൊണ്ട് തൻ്റെ ഫാദർ കുളിക്കുന്നത് ഒരു കീ ഹോളിലൂടെ അയാൾ നോക്കുകയാണ്. However, he sees it as the rain falling through him, likened to guitar strings snapping over his shoulders. പക്ഷെ നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് തോന്നുന്നത് കുളിക്കുന്നതായിട്ടല്ല, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ എന്നുള്ള അനുഭവമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഈ ഗിറ്റാറിൻ്റെ ഈ സ്ട്രിങ്സ് ഇങ്ങനെ വന്നു വീഴുന്നത് പോലെയാണ് ഈ വെള്ളം ഇങ്ങനെ മഴത്തുള്ളികൾ പോലെ വന്നു വീഴുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ദിസ് ക്രിയേറ്റ്സ് എ സർറിയൽ ആൻഡ് ഇവോക്കേറ്റീവ് ഇമേജ്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇവിടെ ഒരു സർറിയൽ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്. അതായത് വെറുതെ ഒരാൾ കുളിക്കുക എന്നുള്ള ഒരു രംഗമല്ല അദ്ദേഹം അവിടെ പറയുന്നത്. കുറച്ചുകൂടി ഒരു ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഈ മഴ ഇങ്ങനെ വീഴുന്നത് പോലെയുള്ള ഒരു അനുഭവമായിട്ടാണ് അദ്ദേഹം അത് പങ്കുവെക്കുന്നത്. പാർട്ട് 3. ദ മാൻ ഈസ് സിംഗിങ് വിച്ച് ലീവ്സ് എ സ്ട്രോങ് ഇംപ്രഷൻ ഓൺ ദ നെറേറ്റർ. അപ്പൊ ഈ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഫാദർ അവിടെ പാട്ട് പാടുന്നുണ്ട്. ഇത് ഇയാളിൽ വലിയൊരു ഇംപ്രഷനാണ് ഉണ്ടാക്കുന്നത്. ദ വോയിസ് ഫീൽസ് ദ നെറേറ്റർ ഡീപ്ലി അക്കിൻ ടു എ സ്കെൽട്ടൺ ബീയിങ് ഫിൽഡ്. അദ്ദേഹത്തിന് ഇത് ആഴത്തിൽ സ്പർശിച്ചു ആ പാട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ സ്കെൽട്ടൺ, എല്ലുകൾക്കകത്ത് ഈ പാട്ട് നിറയുന്നത് പോലെ അത്ര ആഴത്തിൽ അദ്ദേഹത്തിന് അത് സ്പർശിക്കുകയുണ്ടായി എന്ന് അദ്ദേഹം പറയുന്നു. This moment is so powerful that even the narrator's name seems to kneel down. ഇത് വലിയൊരു പവർഫുൾ ഇമ്പാക്റ്റ് ആയിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അദ്ദേഹം അവിടെ മുട്ടൂത്തി നിൽക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ പേര് പോലും അവിടെ മുട്ടുകുത്തി പോകുന്നു. അതായത് അദ്ദേഹം തീർത്തും ചെറുതായി പോവുകയാണ് ആ വലിയൊരു അനുഭവത്തിന് മുമ്പിൽ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. പാർട്ട് 4. The narrator emphasizes that the singing is the most memorable part. ഇനി ഈ ഒരു അനുഭവത്തെ കുറിച്ചിട്ട് ആ പാട്ടാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഏറ്റവും അധികം തങ്ങി നിൽക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. ഹി റിഫ്ലെക്ട്സ് ഓൺ ബീയിങ് അലൈവ് ഇൻ ദ ബോഡി വെയർ എവറിത്തിങ് ഹാസ് എ പ്രൈസ്, അൺഅവെയർ ഓഫ് എ ഹയർ പർപ്പസ് ഓർ റീസൺ. അടുത്തതായിട്ട് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ്. ഈ ബോഡിയിൽ എല്ലാത്തിനും ഒരു പ്രൈസ് ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ചെറിയ ശരീരമുള്ള ഇയാൾ ഒരു ബെഗ്ഗറിനെ പോലെയാണുള്ളത്. പക്ഷെ ആ പാട്ട് കേൾക്കുന്ന ആ നിമിഷത്തിൽ ആദ്യമായിട്ട് അയാൾക്ക് ബീയിങ് അലൈവ്, അയാളും ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയാണ്. ഇതിലും വലിയൊരു പർപ്പസ് ഇനി ജീവിതത്തിൽ ഇല്ല. ഈ പാട്ടിൽ ഇങ്ങനെ ലയിച്ചിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഈ ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ബീയിങ് അലൈവ് എന്നുള്ളൊരു ഫീലിംഗ് നൽകുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. പാർട്ട് 5. The narrator recalls a morning when his father stopped and listened for his breath behind a door, likening to him a dark cold post in downpour. അപ്പോൾ നരേറ്റർ ഇത് എല്ലാ ദിവസവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു ദിവസം ഈ കഥകിന് പുറത്ത് ആരോ ഉണ്ട് എന്നുള്ള കാര്യം ഫാദർ ശ്രദ്ധിക്കുകയും ഈ ശ്വാസമടക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടിയുടെ ശബ്ദം ഇങ്ങനെ കാതോർക്കുകയും ചെയ്യുകയാണ്. എ ഡാർക്ക് കോൾഡ് പോസ്റ്റ് ഇൻ ഡൗൺപോർ. ഒരു കറുത്ത കുതിര ഈ മഴ പെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നിന്നതുപോലെയാണ് ഈ ഷവറിനടിയിൽ ഇയാൾ നിന്നുകൊണ്ട്
ഈ കുട്ടിയുടെ ശബ്ദം ഇങ്ങനെ കാതോർത്ത് കേൾക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദിസ് സജസ്റ്റ് എ മൊമെന്റ് ഓഫ് റെക്കഗ്നീഷൻ ഓർ അണ്ടർസ്റ്റാൻഡിങ് ഫ്രം ദ ഫാദർ. അപ്പോൾ ഈ ഒരു പ്രവൃത്തി നിത്യവും തുടർന്നുകൊണ്ടിരുന്ന ഇയാൾ സ്വാഭാവികമായിട്ടും ഒരു ദിവസം പിടിക്കപ്പെടുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഫാദർ ഈ കുട്ടി നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുകയും അവർ തമ്മിൽ അതൊരു കൺഫ്രണ്ടേഷൻ ആവുകയും ചെയ്യുന്നു. പാർട്ട് 6. The narrator reveals the cost of entering the song, which is losing one's way back. അപ്പോൾ ഈ ഒരു പാട്ടിലേക്ക് കടന്നു ചെന്നതിന്റെ ഒരു വില അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. കാരണം ഇനിയൊരു തിരിച്ചുപോക്കില്ല. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫാദറുമായിട്ടൊരു കൺഫ്രണ്ടേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു. ആ പഴയൊരു നിഷ്കളങ്കത, ആ കുട്ടി എന്നുള്ള ഒരു വികാരമെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഒരു തിരിച്ചുപോക്കില്ലാത്ത അവസ്ഥയിൽ എത്തി എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ദിസ് സിഗ്നിഫൈസ് ദി ഇറിവേഴ്സിബിൾ ചേഞ്ച് ആൻഡ് ദ ലോസ് അസോസിയേറ്റഡ് വിത്ത് എക്സ്പീരിയൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഒരു തിരിച്ചുപോക്കില്ലാത്ത രീതിയിൽ അത് അദ്ദേഹത്തിൽ മാറ്റം ഉണ്ടാക്കുന്നു. കൺക്ലൂഷൻ. The poem concludes with the narrator acknowledging that he entered the experience and subsequently lost everything, doing so with his eyes wide open. അപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ് ഈ പോയതിന്റെ അവസാനം ആവർത്തിക്കുന്നത്. ഈ ഒരു പാട്ടിലേക്ക് എൻ്റർ ചെയ്തതിലൂടെ, അതായത് ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നതിലൂടെ അദ്ദേഹത്തിന് തിരിച്ചുള്ള വഴി നഷ്ടപ്പെട്ടു. അദ്ദേഹം ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് വിധേയനായി എന്നുള്ള കാര്യമാണ് പറയുന്നത്. അവിടെ അദ്ദേഹം എടുത്തു പറയുന്ന കാര്യം അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നുകൊണ്ടാണ് ഇത് ചെയ്തതെന്നുള്ള രീതിയിലാണ്. അതായത് അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ് അവിടെ അദ്ദേഹം ചെയ്തതെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദിസ് ഇൻഡിക്കേറ്റ്സ് എ കോൺഷ്യസ് ചോയ്സ് ഡിസ്പൈറ്റ് ദ കോൺസിക്വൻസസ്. അതായത് ഇതിന്റെ കോൺസിക്വൻസസ് അറിഞ്ഞിട്ടും കണ്ണുകൾ തുറന്നുകൊണ്ടാണ് ചെയ്തതെന്ന് പറയുമ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തി എന്ന രീതിയിൽ അദ്ദേഹം അത് പറയുന്നു. അപ്പോൾ നമുക്കിവിടെ ഈ പോയത്തിൽ കാണാൻ കഴിയുന്ന ഒരു തീം എന്ന് പറയുന്നത് ലോസ് ഓഫ് ഇന്നസെൻസ് എന്നുള്ളൊരു കാര്യമാണ്. അതായത് മെച്യൂർഡ് ആവാത്ത ഒരു കുട്ടി മെച്യൂർഡ് ആവുന്ന സമയത്ത് ആ കുട്ടിയുടെ നിഷ്കളങ്കതയെല്ലാം നഷ്ടപ്പെടുന്നു. പിന്നീട് ഒരു തിരിച്ചുപോക്കില്ല എന്നുള്ള ഒരു തീം നമുക്ക് ഈ പോയത്തിനകത്ത് കാണാൻ വേണ്ടി കഴിയും. പിന്നെ ത്രഷോൾഡ് എന്ന് പറയുന്നത് ഈ പടിവാതിൽക്കൽ അല്ലെങ്കിൽ ഈ കവാടം എന്ന് പറയുന്നത് പല അർത്ഥത്തിൽ നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയും. ഇവിടെ സോങ് എന്ന് പറയുന്നത്, ആ ഒരു പാട്ട് എന്ന് പറയുന്നത് ആർട്ടിന്റെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആർട്ടിന്റെ ലോകത്തേക്ക് കടന്നു ചെല്ലുന്നതോട് കൂടിയിട്ട് അയാൾ പരിവർത്തനം ചെയ്യപ്പെടുക എന്നുള്ള ഒരു അർത്ഥത്തിലും നമുക്ക് ഈ പോയത്തിനെ കാണാൻ വേണ്ടി കഴിയും. അതുകൂടാതെ ഒരു ബോയുടെ ഇന്നസെൻസ് അല്ലെങ്കിൽ നിഷ്കളങ്കത മെച്യൂർഡ് ആവുമ്പോൾ നഷ്ടപ്പെടുക എന്നുള്ള ഒരു തീമും നമുക്ക് ഈ പോയത്തിനകത്ത് കാണാൻ കഴിയും. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ഡസ് വോങ് ഡിസ്ക്രൈബ് ദ സിംഗിങ് മാൻ ഇൻ ദ പോയം? വാട്ട് ഇമേജറി ഡസ് ഹി യൂസ്? ഇനി എങ്ങനെയാണ് ഈ പാട്ട് പാടുന്ന ആളെ പോയത്തിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. വോങ് ഡിസ്ക്രൈബ്സ് സിംഗിങ് മാൻ യൂസിങ് വിവിഡ് ഇമേജറി. വളരെ വൈവിധ്യമാർന്ന ഇമേജറിയിലൂടെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പോർട്രേയിങ് ഹിം ആസ് എ ഫിഗർ ത്രൂ ഹൂം റെയിൻ ഫോൾസ് ലൈക്കൻ ടു ഗിറ്റാർ സ്ട്രിംഗ് സ്നാപ്പിംഗ് ഓവർ ഹിസ് ഷോൾഡേഴ്സ്. അവിടെ ആ വെള്ളം വീഴുന്നതിന് മഴ പെയ്യുന്നത് പോലെ എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ ഈ വെള്ളത്തുള്ളികളാണെങ്കിൽ ഗിറ്റാറിന്റെ കമ്പികൾ പോലെ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഗിറ്റാർ എന്ന് പറയുന്നത് സംഗീത ഉപകരണമാണ്. അപ്പൊ അവിടെയുള്ള ആ വെള്ളത്തിന്റെ അറ്റ്മോസ്ഫിയറിനെ ഈ ഒരു മ്യൂസിക്കുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഇമേജറിയാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ദിസ് ക്രിയേറ്റ്സ് എ സർറിയൽ ഇവോക്കേറ്റീവ് ഇമേജ് ദാറ്റ് ഹൈലൈറ്റ്സ് എ മാൻസ് പ്രസൻസ് ആൻഡ് ദി ഇമോഷണൽ ഇമ്പാക്ട് ഓഫ് ഹിസ് സിംഗിങ്. ഈ രീതിയിൽ ആ മനുഷ്യന്റെ ആ ഒരു പ്രസൻസ് ആ സമയത്ത് ആ സോങ്ങുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതിന്റെ ഇമ്പാക്റ്റും അവിടെ അദ്ദേഹത്തിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നു. വാട്ട് മെറ്റഫർ ഡസ് വോങ് യൂസ് ടു പോർട്രേ ദി ഇഫക്ട് ഓഫ് ഹിയറിംഗ് ദ സിംഗിങ് മാൻ? ഇനി ആ പാട്ട് കേൾക്കുന്നതിന്റെ ഇഫക്റ്റിനെ എന്ത് മെറ്റഫർ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്? വോങ് യൂസസ് ദ മെറ്റഫർ ഓഫ് ബീങ് ഫിൽഡ് ടു ദ കോർ ലൈക്ക് എ സ്കെൽട്ടൺ ടു പോർട്രേ ദി എഫക്ട് ഓഫ് ഹിയറിംഗ് ദ സിംഗിങ് മാൻ. അതായത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ അത് നിറയുകയാണ്, അദ്ദേഹത്തിന്റെ സ്കെൽട്ടണിൽ അസ്ഥികൾക്കുള്ളിൽ വരെ ആ പാട്ട് നിറയുകയാണ് എന്നുള്ള രീതിയിലാണ് അതവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. This suggests a profound, almost haunting impact that deeply affects the narrator's inner being. അദ്ദേഹത്തിന്റെ ഇന്നർ ബീയിങ്ങിനെ ആഴത്തിൽ അത് ഇമ്പാക്ട് ചെയ്തു എന്നുള്ള കാര്യമാണ് ഈ അസ്ഥികൾക്കുള്ളിൽ വരെ ആ പാട്ട് നിറഞ്ഞു എന്നുള്ള മെറ്റഫറിലൂടെ അവിടെ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ദ ടോൺ ഓഫ് ദ പോയം? ഇനി ഈ പോയതിന്റെ ടോണാണ് ചോദിച്ചിട്ടുള്ളത്. ദ ടോൺ ഓഫ് ദ പോയം ഇസ് കണ്ടംപ്ലേറ്റീവ് ആൻഡ് പോയിഗ്നന്റ് വിത്ത് ആൻ അണ്ടർ കറന്റ് ഓഫ് ലോങ്ങിങ് ആൻഡ് ഇൻട്രോസ്പെക്ഷൻ. ഇപ്പോൾ ഇതിന്റെ ടോൺ എന്ന് പറയുന്നത് കണ്ടംപ്ലേറ്റീവ് ആണ്. കണ്ടംപ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഗാഢമായിട്ട് ചിന്തിക്കുക, ആ ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റത്തെ കുറിച്ചിട്ട്, ആ ഒരു അനുഭവത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ഇൻട്രോസ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വയം ഇങ്ങനെ നിരീക്ഷിക്കുന്ന, ചിന്തിക്കുന്ന ഒരു ടോണാണ് ഈ പോയത്തിന് വരുന്നത്.
ഇറ്റ് റിഫ്ലക്ട്സ് ഓൺ പ്രൊഫൗണ്ട് ഇമോഷണൽ എക്സ്പീരിയൻസസ് ആൻഡ് ദ ട്രാൻസ്ഫോർമേറ്റീവ് എഫക്ട്സ്. ഈ ഒരു അനുഭവവും ആ അനുഭവം അദ്ദേഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റവും അദ്ദേഹം ഇങ്ങനെ ആഴത്തിൽ ചിന്തിക്കുന്നതായിട്ടൊരു ടോണാണ് ഈ പോയത്തിന് ഉള്ളത്. വാട്ട് ഡുവൽ മീനിങ് ഡസ് ദ വേർഡ് ത്രെഷോൾഡ് ഹാവ് ഇൻ ദിസ് പോയം? ഇനി പോയതിനകത്ത് ത്രെഷോൾഡ് എന്ന പദം പല അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടാൻ നമ്മൾ പറഞ്ഞിരുന്നു. അതിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദ വേർഡ് ത്രെഷോൾഡ് ഇൻ ദ പോയം ഹാസ് എ ഡുവൽ മീനിങ്. ഇറ്റ് സിഗ്നിഫൈസ് ബോത്ത് ദ ലിറ്ററൽ എൻട്രി പോയിന്റ് ആസ് ദ നരേറ്റർ വാച്ചസ് ത്രൂ എ കീ ഹോൾ. ഒന്ന് അക്ഷരാർത്ഥത്തിലുള്ള ത്രെഷോൾഡ് ആണ്, നമ്മൾ കവാടം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു, അത് ആ കീ ഹോളിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് എ മെറ്റഫോറിക്കൽ ബൗണ്ടറി റെപ്രസെന്റിംഗ് ദ ട്രാൻസിഷൻ ഇൻ ടു എ ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ് ദാറ്റ് ലീഡ്സ് ടു ഇറിവേഴ്സിബിൾ ചേഞ്ച്. മറ്റൊന്ന് ഒരു മെറ്റഫോറിക്കൽ ആയിട്ടുള്ള കവാടമാണ്, അതായത് ഇദ്ദേഹത്തിന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നു, ഒരു മാറ്റം ഉണ്ടാകുന്നു, തിരിച്ചുവരവില്ലാത്തതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു അനുഭവത്തിന്റെ ഒരു കവാടത്തിനെ കൂടി ഈ ഒരു വാക്ക് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, വാട്ട് സെൻസറി ഡീറ്റെയിൽസ് ഹെൽപ്പ് എസ്റ്റാബ്ലിഷ് ദ സീൻ ആൻഡ് അറ്റ്മോസ്ഫിയർ ഓഫ് ദ പോയം? ഇനി പോയതിനകത്തുള്ള സെൻസറി ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സെൻസറി എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ച, കേൾവി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള എന്ത് ഡീറ്റെയിൽസ് ആണ് ഈ പോയത്തിനകത്ത് വരുന്നതാണ് ചോദിക്കുന്നത്. വിഷ്വൽ ഇമേജറി. The description of the man with the rain falling through him and the guitar strings snapping over his globed shoulders create a vivid, almost surreal visual scene. ഒന്ന് വിഷ്വൽ ഇമേജറി ഈ പോയത്തിനകത്തുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ മഴയോടും ഈ ഗിത്താറിന്റെ കമ്പികളോടും ഉപമിക്കുന്ന ഒരു ഇമേജിനെ കുറിച്ചിട്ട്. ആ രീതിയിൽ ഇതിനകത്ത് വിഷ്വൽ ഇമേജ് വരുന്നുണ്ട്. പിന്നെയുള്ളത് ഓഡിറ്ററി ഇമേജറിയാണ്. ദ മാൻ സിംഗിങ് വിച്ച് ഫീൽസ് എ നരേറ്റർ ഡീപ്ലി ഇവോക്സ് ദ പവർ ഓഫ് സൗണ്ട് ആൻഡ് ഇറ്റ്സ് ഇമോഷണൽ ഇമ്പാക്ട്. പിന്നെ ഓഡിറ്ററി ഇമേജ് ആണ് വരുന്നത്. ഈ ആൾ പാട്ട് പാടുന്നതിനെ കുറിച്ചിട്ടും ആ പാട്ട് ഇദ്ദേഹത്തെ ആഴത്തിൽ സ്പർശിക്കുന്നതിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു സെൻസറി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നുള്ളത് ടാക്ടൈൽ ഇമേജറി ആണ്. ദ സെൻസ് ഓഫ് നീലിംഗ് ആൻഡ് ദ ഫീലിംഗ് ഓഫ് ബീങ് ഫിൽഡ് ടു ദ കോർ ലൈക്ക് എ സ്കെൽട്ടൺ ആഡ് എ ഫിസിക്കൽ ഡയമെൻഷൻ ടു ദ എക്സ്പീരിയൻസ് എംഫസൈസിങ് വൾണറബിലിറ്റി ആൻഡ് ചേഞ്ച്. പിന്നെ വരുന്നത് ടാക്ടൈൽ ആണ്, അതായത് ഇയാൾ ഈ മുട്ടുകുത്തി നിൽക്കുന്നതിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഈ പാട്ട് അദ്ദേഹത്തിന്റെ അസ്ഥികൾക്കകത്ത് വരെ നിറയുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു സെൻസറി ഒരു എക്സ്പീരിയൻസ് കൂടി ഈ പോയത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഹൗ ഡസ് ദ സ്പീക്കേഴ്സ് പെർസ്പെക്റ്റീവ് ചേഞ്ച് ഫ്രം ദ ബിഗിനിങ് ടു ദി എൻഡ് ഓഫ് ദ പോയം? ഇനി പോയത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഈ പോയത്തിന്റെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ വീക്ഷണത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? ഇനീഷ്യൽ പെർസ്പെക്റ്റീവ്. At the beginning, the speaker sees himself as a beggar in the body, indicating a sense of inadequacy and longing. തുടക്കത്തിൽ അദ്ദേഹം തന്നെ ഒരു ബെഗറിനോടാണ് കമ്പയർ ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന് ഇനാഡിക്വസി ആണുള്ളത്, അതായത് അപൂർണതയാണുള്ളത്, അദ്ദേഹത്തിന് മെച്യൂരിറ്റി ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുള്ള ഒരു ബെഗറിനെ പോലെ ആയിട്ടുള്ള ഒരു വീക്ഷണമാണ് തുടക്കത്തിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. He is an observer watching through a keyhole and experiencing the man's singing from a distance. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ പാട്ട് കേൾക്കുകയും അതുപോലെ തന്നെ കീ ഹോളിലൂടെ നോക്കുകയൊക്കെ ചെയ്യുന്നത്. Recognition and transformation. Midway through the poem, the speaker acknowledges the profound impact of the man's singing and the moment of his father's recognition, indicating a shift in awareness and empathy. അടുത്തതായിട്ട് പെർസ്പെക്റ്റീവിൽ ചേഞ്ച് വരുന്നത്, ആ പാട്ട് കേൾക്കുന്ന സമയത്ത് ആ പാട്ട് അദ്ദേഹത്തെ ആഴത്തിൽ സ്പർശിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അപ്പോഴാണ് അദ്ദേഹത്തിന് ഫീലിംഗ് അലൈവ്, അദ്ദേഹത്തിന് ആ ഒരു ജീവിതം ആസ്വാദ്യകരമായിട്ടും ജീവിതത്തിന് ഒരു പർപ്പസ് ഉള്ളതായിട്ടൊക്കെ തോന്നുന്നത് ആ ഒരു പാട്ടിലൂടെയാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ആ വീക്ഷണത്തിലുള്ള ഒരു ചേഞ്ച് കാണാൻ കഴിയുന്നുണ്ട്. ഹൗ ഡസ് ദിസ് പോയം എക്സ്പ്ലോർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആർട്ട്, എംപതി ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്? അപ്പം നമ്മൾ പറയുണ്ടായി ഈ പോയതിനെ നമുക്ക് സിംബോളിക് ആയിട്ട് കാണാൻ വേണ്ടി കഴിയും. ഈ മ്യൂസിക് അല്ലെങ്കിൽ സോങ് എന്നുള്ളതിന് നമുക്ക് ആർട്ടിന്റെ സിമ്പിളായിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ ഒരു തരത്തിൽ എങ്ങനെയാണ് നമുക്ക് ഈ പോയത്തെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് ചോദിച്ചിട്ടുള്ളത്. ആർട്ട് ആസ് എ കാറ്റലിസ്റ്റ്. ദ മാൻ സിംഗിങ് റെപ്രസെന്റ്സ് ആർട്ട് ദാറ്റ് ഹാസ് എ പവർ ടു ഡീപ്ലി മൂവ് ആൻഡ് ട്രാൻസ്ഫോം ദ നരേറ്റർ. അപ്പോൾ അവിടെ ആ ആള് പാട്ട് പാടുക എന്ന് പറയുന്നത് നമുക്ക് ആർട്ടിന്റെ ഒരു സിമ്പിളായിട്ട് കാണാൻ വേണ്ടി കഴിയും. അതിന്റെ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് പവറായിട്ട് നമുക്കിത് കാണാം. The vivid descriptions and the profound impact of the singing highlight how art can penetrate and alter one's inner being. ആ പാട്ട് അദ്ദേഹത്തെ ആഴത്തിൽ സ്പർശിക്കുന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ആ പാട്ടിലൂടെ അദ്ദേഹത്തിന് ഒരു മാറ്റം ഉണ്ടാവുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ രീതിയിൽ ആർട്ടിന്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഈ പോയത്തിൽ സിംബലൈസ് ചെയ്തതായിട്ട് കാണാൻ കഴിയും. ഇനി പേഴ്സണൽ ഗ്രോത്തിനെ കുറിച്ചിട്ട് പറയുന്നത്, ദ പോയം കൺക്ലൂഡ്സ് വിത്ത് ദ നരേറ്റേഴ്സ് റിയലൈസേഷൻ ഓഫ് ദി ഇറിവേഴ്സിബിൾ ചേഞ്ച് ബ്രോട്ട് ബൈ ദി എക്സ്പീരിയൻസ്. അപ്പൊ ഈ ഒരു അനുഭവത്തിലൂടെ അദ്ദേഹത്തിന് ഒരു തിരിച്ചുപോക്കില്ലാത്തൊരു മാറ്റം ഉണ്ടായി എന്നുള്ളതാണ് പോയത്തിന്റെ അവസാനം പറയുന്നത്.
അത് ഒരു പേഴ്സണൽ ഗ്രോത്ത് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. The conscious choice to embrace the transformative power of the song, despite the loss involved, signifies a journey of personal growth. ഇത് കൂടാതെ അദ്ദേഹം പറയുന്നുണ്ട്, കണ്ണുകൾ തുറന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു മാറ്റത്തിലേക്ക് വന്നത് എന്നുള്ളത്. അതായത് അദ്ദേഹത്തിന്റെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള അതിന്റെ പരിണിത ഫലങ്ങളെ കുറിച്ച് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ചോയ്സ് ആയിരുന്നു ഈ ആർട്ടിന്റെ ലോകത്തേക്ക് പ്രവേശിക്കുക എന്നുള്ള രീതിയിൽ നമുക്കതിനെ കാണാൻ കഴിയും. ആ രീതിയിൽ അത് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ഗ്രോത്തിന്റെ തീമായിട്ട് നമുക്ക് കാണാം. Where the narrator comes to terms with the cause of profound emotional experiences. കൂടാതെ അതിൽ അതിൻ്റെ അക്സെപ്റ്റൻസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. കാരണം അതിൽ അദ്ദേഹത്തിന് നഷ്ടമാകുന്നത്, ഇത് തിരിച്ചുപോക്കില്ലാതാകുന്നത് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ സോങ്ങിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഗ്രോത്തിന്റെ സിമ്പിളായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിലെ essay ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, Analyze how specific word choices, structure and poetic elements shape the poem's depiction of emotional and psychological growth through engaging with art. അപ്പോൾ ഇവിടെ ആ സോങ് എന്നുള്ളതിനെ ആർട്ടിന്റെ സിമ്പിളായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ആർട്ടുമായിട്ട് എൻഗേജ് ചെയ്യുന്നതിലൂടെ ഉണ്ടാവുന്ന പേഴ്സണൽ ഗ്രോത്തിനെ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി ഈ പോയത്തിനകത്തുള്ള വേർഡ് ചോയ്സ്, സ്ട്രക്ചർ, പോയറ്റിക് എലിമെന്റ്സ് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് വേർഡ് ചോയ്സിനെ കുറിച്ച് നോക്കാം. ഒന്ന്, ബെഗർ. The word beggar highlights the speaker's initial sense of inadequacy and longing. അപ്പോൾ ഈ അനുഭവത്തിന്റെ മുൻപ് ഈ പോയിറ്റിന്റെ അവസ്ഥ ഒരു ബെഗറിനേതിന് സമാനമായിരുന്നു എന്നുള്ള കാര്യം അവിടെ ആ ഒരു വേർഡ് ചോയ്സിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. കാരണം അദ്ദേഹം ഇനഡിക്വേറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അപൂർണമായിട്ടൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നുള്ള കാര്യം അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നു. It sets a tone of desperation and neediness, indicating the speaker's emotional state before the transformative experience. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ അപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ആ ഒരു എക്സ്പീരിയൻസിന് മുമ്പ് ഉണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യം ഈ ബെക്കർ എന്നുള്ള ഒരു വേർഡ് ചോയ്സിലൂടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു. പിന്നെ നീലിംഗ്. ദിസ് വേർഡ് ഇവോക്സ് ഹ്യൂമിലിറ്റി ആൻഡ് വൾണറബിലിറ്റി, സജസ്റ്റിംഗ് ദ സ്പീക്കേഴ്സ് ഓപ്പൺനെസ് ടു ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഹിസ് റെഡിനെസ് ടു ബി ചേഞ്ച്ഡ് ബൈ ദി എക്സ്പീരിയൻസ്. നീലിംഗ് അല്ലെങ്കിൽ മുട്ടുകുത്തുക എന്ന് പറയുന്നത് നമുക്കറിയാം കീഴടങ്ങുന്നതിൻ്റെ ഒരു സിമ്പിളായിട്ട് വരുന്നൊരു വാക്കാണ്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു എംപ്റ്റിനെസ് അല്ലെങ്കിൽ ഈ ബെഗറിനെ പോലുള്ള അവസ്ഥയിൽ ഈ ഒരു അനുഭവത്തിന് വേണ്ടിയിട്ട്, അനുഭവത്തിൻ്റെ മുമ്പിൽ ആ ഒരു മാറ്റത്തെ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി നിൽക്കുക എന്നുള്ളതിൻ്റെ സിമ്പിളായിട്ട് നമുക്ക് ഈ നീലിങ്ങിനെ കാണാൻ കഴിയും. പിന്നെയുള്ളത് പോയത്തിൻ്റെ സ്ട്രക്ചറാണ്. അതിൽ എൻജാംമെൻ്റ് ആണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. The use of enjambment, where lines flow into the next without a pause, mirrors the fluid and ongoing nature of emotional and psychological growth. ഈ പോയതിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അതിനകത്ത് ഒരു പോസ് ഇല്ല, ഫുൾ സ്റ്റോപ്പുകളോ കോമകളോ ഒന്നുമില്ലാതെ അടുത്ത വരിയിലേക്ക് ഒഴുകുന്ന രീതിയിലാണ് പോയതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അതും ഈ ഒരു ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ഗ്രോത്തിന്റെ ഒരു ഒഴുക്കിന്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് നമുക്ക് പറയാം. ഇറ്റ് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് കണ്ടിന്യൂറ്റി ഇൻ മൂവ്മെന്റ് ത്രൂ ഔട്ട് ദ പോയം. അതായത് ഈ ഒരു കണ്ടിന്യൂറ്റിയുടെ ഒരു തീമാണ് നമുക്ക് ഈ സ്ട്രക്ചറിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം അതിനകത്ത് പോസ് വരുന്നില്ല എന്നുള്ളതുകൊണ്ട്. പിന്നെ പോയറ്റിക് എലിമെന്റ്സ് ആണ്. അതിൽ ഇമേജറി മെറ്റഫർ ആണ് നമുക്ക് വരുന്നത്. നമ്മൾ നേരത്തെ നോക്കിയതായിരുന്നു. ദ വിവിഡ് ഇമേജറി creates a powerful visual and sensory experience that helps the reader understand the depth of the speaker's emotional response to the art. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള ഇമേജറി നമ്മൾ പറഞ്ഞു. അതിനകത്ത് വിഷ്വൽ ആയിട്ടുള്ള, ഓഡിറ്ററി ആയിട്ടുള്ള ഇമേജറികളെ കുറിച്ചിട്ട് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ അത്തരം ഇമേജറിയിലൂടെ ഈ ഒരു എക്സ്പീരിയൻസ് എത്രമാത്രം ആഴത്തിലാണ് അദ്ദേഹം അനുഭവിച്ചത് എന്നുള്ള കാര്യം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെയുള്ളത് മെറ്റഫറാണ്. ദ മെറ്റഫർ ഓഫ് ബീങ് ഫിൽഡ് ടു ദ കോർ ലൈക്ക് എ സ്കെൽട്ടൻ highlights the profound and almost haunting impact of the man singing, suggesting how deeply art can affect one's inner self. ഇനി ആ പാട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു, അദ്ദേഹത്തിന്റെ അസ്ഥികൾക്കുള്ളിൽ വരെ നിറഞ്ഞു എന്നുള്ളൊരു മെറ്റഫറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലൂടെയും ഈ ആർട്ട് എത്രമാത്രം ആളുകളെ സ്വാധീനിക്കും എന്നുള്ളൊരു കാര്യം അവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ഈ പോയത്തിലുള്ള വേർഡ് ചോയ്സ്, സ്ട്രക്ചർ, അതുപോലെ തന്നെ ഈ ഇമേജറി, മെറ്റഫർ തുടങ്ങിയിട്ടുള്ള പോയറ്റിക് എലിമെന്റ്സ് എല്ലാം ഈ ആർട്ടിന്റെ ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ഇമ്പാക്റ്റിനെയാണ് കാണിക്കുന്നതെന്ന് നമുക്ക് പറയാം. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Threshold suggests that moments of intense beauty and understanding can irreversibly change one's perspective. Discuss. ഒരു ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒരാളുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യും എന്നുള്ള അർത്ഥത്തിൽ ഈ പോയത്തിനെ കാണാം എന്നാണ് പറയുന്നത്. ആ ഒരു അർത്ഥത്തിലാണ് ഇത് വിശകലനം ചെയ്യാൻ പറയുന്നത്. നമുക്കിതിൽ ആദ്യം പറയേണ്ടത് ത്രെഷോൾഡ് എന്നുള്ള വാക്ക് രണ്ട് അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ലിറ്ററൽ ആൻഡ് മെറ്റഫോറിക്കൽ ത്രെഷോൾഡ്. The title threshold refers to both a literal entry point as a narrator watches through a keyhole,
ഒന്ന് നമുക്കറിയാം, ഒരു ലിറ്ററൽ മീനിങ് ആണ്, ഒരു കവാടം എന്നുള്ള അർത്ഥത്തിൽ തന്നെ ആ കീ ഹോൾ ആണ് അവിടെ ത്രഷോൾഡിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ആൻഡ് എ മെറ്റഫോറിക്കൽ ബൗണ്ടറി റെപ്രസെന്റിംഗ് ദ ട്രാൻസിഷൻ ഇൻ ടു എ ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ്. മറ്റൊന്ന് വേറൊരു ലോകത്തിലേക്ക്, അതുവരെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് വേറൊരു തലത്തിലേക്ക് അദ്ദേഹം മാറുക എന്നുള്ള ഒരു കവാടമായിട്ട് കൂടി ആ ത്രഷോൾഡ് അവിടെ അർത്ഥമാവുന്നുണ്ട്. ക്രോസിംഗ് ദിസ് ത്രഷോൾഡ് സിഗ്നിഫൈസ് എ പോയിന്റ് ഓഫ് നോ റിട്ടേൺ where the narrator's perspective is forever altered by the encounter with art. അപ്പോൾ ആ ഒരു കവാടത്തിന് അപ്പുറത്തേക്ക് പിന്നെ തിരിച്ചുവരവില്ല. അത് ഈ ഒരു സോങ് അല്ലെങ്കിൽ ആർട്ടിന്റെ സിമ്പിൾ ആയിട്ടാണ് അവിടെ വരുന്നത്. അങ്ങനെ ആർട്ടുമായിട്ട് ഇടപഴകുമ്പോൾ പിന്നെ തിരിച്ചുവരവില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യപ്പെടുന്നതായിട്ടാണ് നമുക്ക് അവിടെ കാണുന്നത്. പിന്നെയുള്ളത് ഇന്റൻസ് ബ്യൂട്ടിയാണ്. ആർട്ടും ബ്യൂട്ടിയും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദി ഇന്റൻസ് ബ്യൂട്ടി ഓഫ് ദ മാൻ സിംഗിങ് ഈസ് ഡെപ്പിക്റ്റഡ് ആസ് എ ട്രാൻസ്ഫോർമേറ്റീവ് ഫോഴ്സ്. അവിടെ ആള് പാട്ട് പാടുന്ന ആ ഒരു ഇന്റൻസ് ബ്യൂട്ടി ഇദ്ദേഹത്തിന് ട്രാൻസ്ഫോർമേറ്റീവ് ഫോഴ്സ് ആയിട്ട് അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ മാൻസ് വോയിസ് ഫില്ലിംഗ് ദ നരേറ്റർ ടു ദ കോർ ലൈക്ക് എ സ്കെൽട്ടൺ ഇല്ലുസ്ട്രേറ്റ്സ് ഹൗ മൊമെന്റ്സ് ഓഫ് ബ്യൂട്ടി ക്യാൻ ഡീപ്ലി എഫക്ട് ആൻഡ് ചേഞ്ച് എ പേഴ്സൺ. അത് അദ്ദേഹത്തിന്റെ അസ്ഥികളിലുള്ളിൽ വരെ ആ പാട്ട് നിറയുന്നു എന്നുള്ളൊരു മെറ്റഫറിലൂടെയാണ് എത്ര ആഴത്തിലാണ് ഇത്തരം അനുഭവങ്ങൾ നമ്മളെ സ്പർശിക്കുക എന്നുള്ളത് പോയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. Understanding and realization. The poem explores the realization that comes with such experiences. ഈ അനുഭവത്തിന് എന്ത് വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. The narrator's reflection of the cost of entering the song, losing one's way back, highlights the irreversible nature of true understanding and the personal growth that results from it. അതായത് ഒരാൾക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പഴയ ആളായിട്ട് തിരിച്ചു പോകാൻ സാധിക്കില്ല. ആ രീതിയിലുള്ള ഒരു പെർസ്പെക്റ്റീവിലുള്ള വീക്ഷണത്തിലുള്ള മാറ്റത്തിനെയാണ് നമ്മൾ പേഴ്സണൽ ഗ്രോത്ത് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഈ പോയത്തിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഈ ഒരു ആർട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ ഒരാളുടെ പേഴ്സ്പെക്റ്റീവ് തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ മാറും എന്നുള്ള ഒരു തീമാണ് സിംബോളിക് ആയിട്ട് നമുക്ക് ഈ പോയത്തിനകത്ത് കാണാൻ കഴിയുന്നത്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.